ഹലോ. ഞാനപ്പോൾ ദേ ഒരു ഫാമിലി ഫംഗ്ഷന് പോകാൻ വേണ്ടി റെഡിയാവാൻ പോവാണ്. അപ്പോൾ ഒരു കുഞ്ഞ് മിനി വ്ളോഗ് എടുക്കാമെന്ന് കരുതി. അതിൻ്റെ കൂടെ തന്നെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. അപ്പോൾ ആദ്യം റെഡിയായിട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞാൻ എന്ത് ഈ ചീപ്പൊക്കെ എടുത്തിട്ട് മുടിയിലൊരു താജ്മഹൽ പണിയാമെന്ന് കരുതി. സോറി, മുടിയിലല്ല, തലയിൽ മുടി വെച്ചൊരു താജ്മഹൽ പണിയാമെന്ന ഉദ്ദേശത്തോടു കൂടി കുറച്ച് മുടിയായിട്ട് ഫ്രണ്ടിൽ നിന്ന് എടുത്ത് ജസ്റ്റ് ഇങ്ങനെ പിരിച്ച് വെച്ചിട്ട് 2 ടിക് ടാക്ക് എടുത്ത് അതൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കി വെച്ചിട്ടുണ്ട്. 2 സൈഡും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അലങ്കോലപ്പണി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് കുറച്ച് മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്. അങ്ങനെ തലയുടെ കാര്യം സെറ്റായി. ഇനി നമുക്ക് നേരെ ഫേസിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന കുട്ടിക്കോര പൗഡർ എടുത്തിട്ടുണ്ട്. അത് കുറച്ചൊന്ന് എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വാരി പോത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു ഡാസ്ലറിൻ്റെ കോമ്പാക്ട് പൗഡർ എടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് കണ്ണിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഡാർക്ക് സർക്കിൾസ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ നിന്ന് തന്നെ കുറച്ചൊന്ന് എടുത്തിട്ട് ഫേസിലെ ബാക്കി ഭാഗത്തും കഴുത്തിലും ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ ഒരു സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ണെഴുതാം. ഇത് ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടിയാണ്. ഫോണിൽ നോക്കി എഴുതുന്നത് നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മിററിൽ പോയിട്ട് എഴുതി വന്നിട്ടുണ്ട്. കണ്ണിൻ്റെ താഴെ മേളിലായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. അങ്ങനെ ഞാൻ സുഡിയൊന്ന് വാങ്ങിച്ച് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അതെടുത്ത് കുറച്ച് ശുണ്ടത്ത് തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ലിപ്സ്റ്റിക്ക് സെറ്റായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പൊട്ടുകുത്തടി പുടവ ചുറ്റടി. പുടവയൊക്കെ നമുക്ക് ചുറ്റാം. ആദ്യം പൊട്ട് കുത്താം. പൊട്ട് ഞാൻ 2 എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് പൊട്ട് തൊട്ടിട്ടുണ്ട്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നാലും വലുത് തൊട്ടു, കാരണം ഫോട്ടോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ കാണത്തില്ല. അങ്ങനെ പൊട്ടൊക്കെ തൊട്ട് കഴിഞ്ഞു. ഇനി കമ്മലും മാലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പോയി പുടവ ചുറ്റിട്ട് വരാം അല്ലേ. അപ്പോൾ കമ്മലും മാലയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫേസിൻ്റെ ഏകദേശം അലങ്കോല പണിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, ഇനി ഒന്നുമില്ല, പോയി പുടവ ചുറ്റിട്ട് വരാം അല്ലേ. എങ്ങനെയുണ്ടായിരുന്നു പുടവയൊക്കെ ചുറ്റി വന്നപ്പോഴുള്ള ഫൈനൽ ലുക്ക്? കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ ഒരു സത്യം പറയട്ടെ, ഈ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ പോയി വന്നു കഴിഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഇറങ്ങണമായിരുന്നു. കൊടുങ്ങല്ലൂരായിരുന്നു ഫംഗ്ഷൻ. ഇവിടെ നിന്ന് ഒത്തിരി ദൂരമുള്ളതുകൊണ്ട് നേരത്തെ ഇറങ്ങണമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോ എടുത്തിരിക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ പോയി വന്നു കഴിഞ്ഞിട്ടാണ് ഈ ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് വരാം. നമ്മളങ്ങനെ റോ ഒക്കെ കയറിയിട്ട് ഫംഗ്ഷൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഫംഗ്ഷൻ കഴിഞ്ഞു. സദ്യ കുറച്ച് ശോകമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടി നേരെ എല്ലാവരും കൂടി അടുത്തുള്ള ബീച്ചിലേക്ക് പോയി. ബീച്ചിലേക്ക് പോകാമെന്ന് ഉദ്ദേശമുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ഒരു ചുരിദാർ എടുത്തിട്ടു. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഓട്ടോ ചേട്ടൻ പറഞ്ഞു ഇവിടെ നല്ല അടിപൊളി കരിമീൻ ഫ്രൈ കിട്ടുമെന്ന്. അപ്പോൾ അതൊന്ന് കഴിച്ച് കളയാമെന്ന് കരുതിയിട്ട് നേരെ വിട്ടു ഷാപ്പിലേക്ക്. അവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഷാപ്പിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. കയറിയിട്ട് ഒരു കരിമീൻ പൊള്ളിച്ചതും ഒരു പൊറോട്ടയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം സദ്യ കഴിച്ചിട്ട് അധിക നേരം ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നല്ല വാഴയിലിൽ പൊതിഞ്ഞ് പൊള്ളിച്ച കരിമീൻ നമ്മുടെ ചേട്ടൻ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ച് തന്നു കേട്ടോ. അത് തുറന്നപ്പോഴത്തേക്കും നല്ല അടിപൊളി സ്മെല്ലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒടുക്കത്തെ ചൂടായിരുന്നു. കൈ കുറേ പൊള്ളിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു പീസ് എടുക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. എന്നിട്ടും കുറേ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല ചൂടായിരുന്നു. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഒരു പീസ് കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്ര ചൂടായിരുന്നു കേട്ടോ. അത് പൊറോട്ടയുടെ കൂടെ വെച്ച് കഴിച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കരിമീൻ പൊള്ളിച്ചത് കഴിക്കുന്നത്. അപ്പോൾ കഴിച്ചപ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ചെറുതായിട്ടൊരു മധുരം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ 3 പേരും കൂടി അവസാനം എങ്ങനെയൊക്കെയോ കരിമീൻ പൊള്ളിച്ചതിൻ്റെ കൂടെ നമ്മുടെ കൈയും കൂടി പൊള്ളിച്ചിട്ട് അവനെ അകത്താക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതായിരുന്നു കരിമീൻ്റെ ലാസ്റ്റ് അവസ്ഥ. മുള്ള് മാത്രം ബാലൻസ് നിർത്തിയിട്ട് നമ്മൾ പൈസയും കൊടുത്തിട്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.